സന്നിധിയിൽ പ്രാർത്ഥനയോടും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് സമർപ്പണത്തോടും നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ആര് പ്രസംഗിക്കുന്നു എന്നതിനേക്കാൾ ആരെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായത്. ആരിവിടെ പ്രസംഗിക്കുവാൻ വന്നു എന്നതിനേക്കാൾ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായത്. സകല മാനവും മഹത്വവും നാം കർത്താവിന് അർപ്പിക്കുവാൻ തയ്യാറായാൽ നമ്മെ നിശ്ചയമായും കർത്താവ് അനുഗ്രഹിക്കും. അറുക്കപ്പെട്ട കുഞ്ഞാടെ, ജ്ഞാനവും മാനവും മഹത്വവും സ്വീകരിപ്പാൻ നീ യോഗ്യൻ. സകല ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള സ്വർഗീയ ഗാനങ്ങൾ നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നാം ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഇരിക്കാം. നിങ്ങളെ പലർക്കും എനിക്കറിഞ്ഞുകൂടാ. എന്നെ നിങ്ങൾക്കും ചിലപ്പോൾ പൂർണ്ണമായി അറിയുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ നമ്മെ നന്നായി അറിയാവുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ അറിയാവുന്നവനായ ദൈവം, നമ്മുടെ ഭാരവും വേദനയും നന്നായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നാം പുറമേ പുഞ്ചിരിക്കുന്നെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളറയിലെ വേദനകൾ ആരോടും പറയുവാൻ കഴിയാതെ ആ ദുഃഖവും പേറിയായിരിക്കാം യാത്ര ചെയ്യുന്നത്. എന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുന്നവനായ ദൈവം, നമ്മെ വിടുവിക്കുന്നവനായ ദൈവം, നമ്മെ സൗഖ്യമാക്കുന്നവനായ ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്നവനായ ആ വലിയ കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവം പ്രാർത്ഥന കേൾക്കും എന്നതിന് 100 തെളിവുകൾ എനിക്കും നിങ്ങൾക്കും ഹാജരാക്കുവാനുണ്ട്. ഞാൻ നിങ്ങളെ ഒരു ബോട്ട് ജെട്ടിയിലേക്ക് ആദ്യമായി നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴയിലെ ബോട്ട് ജെട്ടി, ധാരാളം യാത്രക്കാർ കൂടി വന്ന ഒരു പ്രഭാതവേളയിൽ ജനനിബിഡമായ ആ പ്ലാറ്റ്ഫോമിൽ ഒരു കൊച്ചു കുടുംബം യാത്രയ്ക്ക് വേണ്ടി വന്നിരുന്നു. ആലപ്പുഴയിലെ കായൽ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ബോട്ടുകൾ, വള്ളങ്ങൾ നീങ്ങിത്തുടങ്ങി. ഈ യാത്രക്കാരുടെ മധ്യത്തിൽ ആരാലും ആകർഷിക്കപ്പെടുന്ന ഒരു വയോധികനും എത്തിയിരുന്നു. ആ മനുഷ്യൻ തന്റെ യാത്രയ്ക്ക് വേണ്ടി ബോട്ട് കാത്തു നിൽക്കുകയാണ്. ആ പ്ലാറ്റ്ഫോമിൽ താൻ നിൽക്കുമ്പോൾ ഒരു കൊച്ചു ബാലകനെ കണ്ടു. ആ കൊച്ചു ബാലകനെ താൻ കയ്യിൽ കോരിയെടുത്തു. ആ കൊച്ചു ബാലകന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ തുറിച്ചു നോക്കി. ആരാണോ ഈ മനുഷ്യൻ? എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്തത്? ഇദ്ദേഹം മാനസിക രോഗിയാണോ? വല്ലോ പിള്ളാരെപ്പിടുത്തക്കാരുമാണോ? ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. ആ മനുഷ്യനാകട്ടെ തന്റെ കണ്ണുകൾ അടച്ചു, തന്റെ അധരങ്ങൾ ചലിച്ചു, തന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ കവിളിലൂടെ ഒഴുകി. അതൊരു പ്രാർത്ഥനയായിരുന്നുവെന്ന് ആ കൊച്ചു കുടുംബത്തിന് മനസ്സിലായില്ല, ആ ബാലകനും മനസ്സിലായി. പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം ആ കുഞ്ഞിനെ അതിന്റെ മാതാപിതാക്കൾ കേൾപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോട്ടിൽ കയറി യാത്രയായി. ബോട്ട് പ്ലാറ്റ്ഫോമിൽ നിന്നും വളരെ അകന്നപ്പോഴാണ് ആ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ചാരി വെച്ചിരുന്ന് കുടയെടുക്കുവാൻ മറന്നാണ് ബോട്ടിൽ കയറിയതെന്ന് അവർക്ക് മനസ്സിലായത്. ആ കൊച്ചു ബാലകന്റെ മൂത്ത സഹോദരൻ കൈയടിച്ചുകൊണ്ട് പുറകെ ആ പ്ലാറ്റ്ഫോമിന്റെ എഡ്ജ് വരെ ഓടിച്ചെന്നു. സാറേ, സാറിന്റെ കുട. ആ ബോട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുടയുമായിട്ട് ആ യുവ സഹോദരൻ മടങ്ങി വന്നു. അവർ തമ്മിൽ സംസാരിച്ചു. ആരാണോ ഈ മനുഷ്യൻ? ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. ആ ബോട്ട് അവരുടെ കണ്ണിൽ നിന്ന് അങ്ങകലെ വിദൂരയിൽ മറഞ്ഞു കഴിഞ്ഞു. ആ കൊച്ചു ബാലകൻ വളർന്നു. ആ വയോധികൻ പ്രാർത്ഥിച്ചതുപോലൊന്നും വലിയ മാറ്റം അവനിൽ കണ്ടില്ല. യൗവനത്തിന്റേതായ ലോകത്തിൽ, പാപത്തിന്റേതായ വഴികളിൽ അവനും ഓടി. എന്നാൽ ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം ദൈവം ആ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന വണ്ണം ആലപ്പുഴയിലെ ആ കൊച്ചു ബാലകൻ ഒരു യുവാവായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. നമ്മുടെ ദൈവം
പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമാണ്. ആ കൊച്ചുബാലകന് വേണ്ടിയുള്ള ആ പ്രാർത്ഥന ദീർഘനാളുകൾ എടുത്തെങ്കിലും ദൈവം തള്ളിക്കളഞ്ഞില്ല. പിൽക്കാലങ്ങളിൽ താനൊരു സുവിശേഷകനായി തീർന്നു. ആ വേളകളിൽ പാസ്റ്റർ എബ്രഹാമിന് തോന്നി അദ്ദേഹത്തെ ഇവിടെ ഒന്ന് കൊണ്ടുവരണമെന്ന്. അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ എന്നെ ഒരു പള്ളിയിലോ ആരാധനാലയത്തിലോ കൊണ്ടുപോയി സമർപ്പിച്ചിരുന്നില്ല. എന്നാൽ അവർ യാത്രയ്ക്ക് വേണ്ടി ആലപ്പുഴയിലെ ബോട്ട് ജെട്ടിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്നും അറിയാത്ത വയോധികനായൊരു മനുഷ്യൻ എന്നെ കരങ്ങളിലെടുത്തു. അവിടെ എന്നെ കർത്താവിനായി സമർപ്പിച്ചു. അന്ന് കൊടയുമായിട്ട് ഓടിയ എന്റെ മൂത്ത സഹോദരനാണ് എന്നോട് ഈ കഥ പറയുന്നത്. കാരണം ഓർക്കുവാനുള്ള പ്രായം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെയാണ് ആ ദൈവദാസൻ പാർക്കുന്നത്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? എന്റെ ജ്യേഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ യാത്ര ചെയ്തപ്പോൾ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ, അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്, അയാളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ഞാൻ ചോദിച്ചു, അദ്ദേഹത്തെ കണ്ടാൽ എങ്ങനെ തോന്നും? എന്നോട് എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, വയോധികനെങ്കിലും യുവത്വം തുളുമ്പുന്നൊരു മനുഷ്യനായിരുന്നു. തനിക്ക് താടിമീശ ഉണ്ടായിരുന്നു, അത് നരച്ചിരുന്നു, വയറുവരെ നീണ്ടു കിടന്നു. തന്റെ താടിമീശ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഉപയോഗിച്ച ആ പഴയ വളയങ്കാലൻ കൊടയും ഇത്രേ ഓർക്കുവാൻ കഴിയുന്നുള്ളൂ എന്നെ ജ്യേഷ്ഠനോട്. ഞാൻ ചോദിച്ചു, എനിക്ക് ആ സമയത്ത് എന്ത് പ്രായമുണ്ടായിരുന്നു? എന്റെ ജ്യേഷ്ഠൻ ചില നിമിഷങ്ങൾ നിശബ്ദനായതിനു ശേഷം പറഞ്ഞു, നിന്നെ എവിടെങ്കിലും പിടിപ്പിച്ച് നിർത്തിയാൽ നിൽക്കും. സ്വയമായി നിൽക്കുവാൻ കാലുകൾക്ക് ബലമില്ലാതിരുന്ന കാലം. ഇതെന്റെ ജ്യേഷ്ഠനിൽ നിന്നുള്ള അറിവ് മാത്രമാണ്. ആ വയോധികൻ ഇന്നെവിടെയാണോ അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റാരെക്കാളും എന്റെ പ്രസംഗം ഇഷ്ടപ്പെടുമായിരുന്നു, എന്റെ സാക്ഷ്യത്തിൽ കർത്താവിനെ സ്തുതിക്കുമായിരുന്നു. തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തിരിക്കുന്നുവെന്ന് താൻ ഇതുവരെയും അറിഞ്ഞിട്ടുണ്ടാകുകയില്ല. നിത്യതയുടെ തുറമുഖത്ത് ചെല്ലുമ്പോൾ തന്റെ പ്രാർത്ഥനയുടെ മറുപടി താൻ കാണും. എന്റെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. ഞാൻ യേശുവിനെ ആദ്യം കാണുമ്പോൾ എന്റെ രക്ഷിതാവിനെ ചില നിമിഷങ്ങൾ നോക്കിയിരുന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ഭക്തനെ കുറിച്ചായിരിക്കും. ദൈവമക്കളെ, ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കും നമ്മുടെ കണ്ണുകൊണ്ട് മറുപടി ലഭിക്കണമെന്നില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചവർ ഇന്നിവിടെ ഇല്ലായിരിക്കാം. അവരുടെ പ്രാർത്ഥനയുടെ മറുപടി ആയിട്ട് നാം ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. പ്രാർത്ഥന കേൾക്കുന്ന ആ നല്ല കർത്താവിനെ നമുക്ക് വീണ്ടും സ്തുതിക്കാം. 1974 ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിച്ചത്. 1974 ജൂലൈ മാസം 20-ാം തീയതി രാത്രിയിൽ ഉദ്ദേശം ഒരു 8:30-ക്കും 9 മണിക്കും ഇടയ്ക്കുള്ള ഒരു രാത്രിവേളയിൽ ഞാൻ കർത്താവിനെ കണ്ടെത്തുകയുണ്ടായി. 73-ന്റെ അവസാന കാല മാസങ്ങളിൽ ഈ ബൈബിളിനെ ശക്തമായി എതിർത്ത ഒരു യുവാവായിരുന്നു ഞാൻ. അറിവിന്റെ കൂടുതൽ കൊണ്ടല്ല, അജ്ഞതയുടെ തിമിരം കൊണ്ട്, സങ്കുചിതമായ മതചിന്തകൾ കൊണ്ട്, പ്രാകൃതവും വികാലവുമായി തീർന്ന ക്രൈസ്തവ പ്രവർത്തനം കണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ എതിർത്തുപോയി. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു സാധാരണ സുവിശേഷകനാണ്, ഒരു ഗ്രാമീണ സുവിശേഷകനാണ് എന്നോട് ആദ്യം ബൈബിളിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ഇന്നും ജീവിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഒരു ദിവസം എന്റെ അടുക്കൽ വന്ന് ഇരുന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗോപാലകൃഷ്ണ, ഞാൻ പല കൃഷ്ണന്മാരുള്ള ഒരു ഭവനത്തിലാണ് ജനിച്ചത്. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട് ബാലകൃഷ്ണൻ, അനുജനുണ്ട് രാധാകൃഷ്ണൻ, ജ്യേഷ്ഠനൊരു മകനുണ്ട് ഉണ്ണികൃഷ്ണൻ, ഞാൻ ഗോപാലകൃഷ്ണൻ. എന്നോട് പറഞ്ഞു, ഗോപാലകൃഷ്ണ, നീ ഈ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ ബൈബിളിന്റെ വിശേഷതയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? അത് പറയുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ ഞാൻ തയ്യാറാകാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു.
അദ്ദേഹം വളരെ സന്തോഷത്തോടും മറുപടി പറയാമെന്നുള്ള ധൈര്യത്തോടും എന്നോട് പറഞ്ഞ് ചോദിച്ചോളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ ദൈവം സ്വർഗത്തിൽ നിന്ന് എറിഞ്ഞു തന്നതാണോ, അതോ മനുഷ്യൻ ഇവിടെ എഴുതി ഇവിടുള്ള പ്രസ്സുകളിൽ പ്രിന്റ് ചെയ്യപ്പെട്ടതാണോ? അദ്ദേഹം ഒരു നിമിഷം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അതെ, മനുഷ്യൻ എഴുതിയതാണ്, ഇവിടെ പ്രിന്റ് ചെയ്തതാണ്. എന്നാൽ ഇത് ദൈവത്തിന്റെ ആലോചനയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു, ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷമെന്നും മർക്കോസ് എഴുതിയ സുവിശേഷമെന്നും ലൂക്കോസ് എഴുതിയ സുവിശേഷമെന്നും രേഖപ്പെടുത്തിയിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ അതെന്നോട് പറയുവാൻ കഴിയും? മത്തായി ദൈവമാണോ, മർക്കോസ് ദൈവമാണോ? ബൈബിൾ തന്നെ പറയുന്നത് ഇത് മത്തായിയുടേതാണ്, മർക്കോസിന്റേതാണ്, ലൂക്കോസിന്റേതാണ്, യോഹന്നാന്റേതാണ്. ആ മനുഷ്യൻ പിന്നെ എന്നോടൊന്നും സംസാരിച്ചില്ല. അയാൾ വിയർക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിന് മറുപടി പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം വലുതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അതൊരു പണ്ഡിതോചിതമായ ചോദ്യവുമല്ല, അവയ്ക്ക് നിസ്സാരമായ മറുപടിയുമുണ്ട്. എങ്കിലും ഞാനുമായിട്ട് ഏറ്റുമുട്ടിയ വ്യക്തിക്ക് അത് കഴിഞ്ഞില്ല എന്ന് മാത്രം. എന്നാൽ അങ്ങനെ എതിർത്ത് എനിക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ തങ്കച്ചൻ സാർ, കുര്യൻ സാർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ എനിക്കൊരു ബൈബിൾ തന്നു. അദ്ദേഹം ഇന്നില്ല, കൊല്ലാട്ട് സ്വദേശിയായിരുന്നു അദ്ദേഹം. കോട്ടയം മലയാള മനോരമയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്റെ കയ്യിൽ ഒരു ബൈബിൾ തന്നു. ആ ബൈബിൾ പഴയ ബൈബിളായിരുന്നു, പഴയ മലയാളമക്കമുള്ള പഴയ ബൈബിൾ. ആ ബൈബിൾ ഞാൻ എന്റെ വീട്ടിൽ തലയണയുടെ അടിയിൽ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. അന്നത്തെ ആ മതപരമായ ചിന്തയിൽ ഞങ്ങളുടെ ഭവനത്തിൽ ബൈബിൾ വായിക്കുന്നത് ലജ്ജാകരമായി തോന്നി. എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ ബൈബിൾ ഞാൻ വായിക്കുമായിരുന്നു. വായിക്കുന്ന വേദഭാഗങ്ങൾ പലതും ഗ്രഹിക്കുവാൻ ആ കാലങ്ങൾ കഴിഞ്ഞിരുന്നില്ല. എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെങ്കിൽ ബൈബിളിനോടുള്ള എന്റെ പ്രതിപത്തി വർദ്ധിക്കുവാനായി തുടങ്ങി. അങ്ങനെ പഴയതും കീറിയതും ഭംഗിയില്ലാത്തതും വലിപ്പമുള്ളതുമായ ബൈബിൾ വായിച്ചു തുടങ്ങി എനിക്ക് ഭംഗിയുള്ളതും ഒതുക്കമുള്ളതുമായ ബൈബിളിനോട് പ്രത്യേകമായ ആകർഷണം തോന്നി. ചില വർഷങ്ങൾക്ക് ശേഷം തിരുവല്ല CLS ഒരു ബൈബിൾ വന്നു. ആ ബൈബിൾ ഒരുപക്ഷെ ഈ ടേപ്പ് റെക്കോർഡിന്റെ അത്രയും വലിപ്പമില്ല. ഹോൾ ബൈബിൾ, ഗിൽറ്റിട്ട ഒരു ബൈബിൾ. RSVയുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ആയിരുന്നു അത്. അന്ന് അതിന് 175 രൂപ വിലയുണ്ട്. ഇന്നേക്ക് ഉദ്ദേശം 14 വർഷങ്ങൾക്ക് ഞാൻ ആ ബൈബിൾ പോയി കരസ്ഥമാക്കി. വീണ്ടും എനിക്ക് ബൈബിളിനോടുള്ള ദാഹം വർദ്ധിച്ചു. ആ കാലങ്ങളിൽ ഡേറ്റ് ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ ലോക പ്രശസ്തമാണ്. അന്ന് അതിന് 500 രൂപ വിലയുണ്ട്. ഇന്നൊരു പക്ഷേ 10,500 രൂപ വില അതിന് കാണാം. ഒരാൾ എനിക്കൊരു ടൈപ്പ് റൈറ്റർ വാങ്ങിത്തരുവാനായിട്ട് താല്പര്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു ഡേറ്റ്സ് ബൈബിൾ ആയിരുന്നു. എനിക്ക് ആ ബൈബിൾ കിട്ടി. പിന്നീട് ഞാൻ കേട്ടു സംസാരിക്കുന്ന ബൈബിൾ. ഏതാണ്ട് 400-ലധികം ആർട്ടിസ്റ്റുകൾ വളരെ ഉയർന്ന ഒരു സ്റ്റുഡിയോയിലിരുന്ന് 48 ഓഡിയോ കാസറ്റുകളിൽ ഹോൾ ബൈബിൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂ ഇന്റർനാഷണൽ വേർഷന്റെ ഒരു ബൈബിൾ. എനിക്ക് വലിയ ദാഹവും താല്പര്യവും തോന്നി. എനിക്ക് ആ ബൈബിൾ ലഭിച്ചു. പിന്നെ ഞാൻ കേട്ടു ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ ബൈബിൾ. കമ്പ്യൂട്ടർ ബൈബിളും ഒരുപക്ഷെ ഈ ടേപ്പ് റെക്കോർഡിനേക്കാൾ ഒരല്പം നീളം കൂടെ ഉള്ളൂ, ഫോൾഡ് ചെയ്യാവുന്നത്. ഒരല്പം കൂടെ ഒരു 4 ഇഞ്ച് നീളവും കൂടെ കാണും. 6 ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ബൈബിൾ. ഇഷ്ടപ്പെടുന്ന ഏത് വാക്യമോ വാക്യ ശകലമോ പുസ്തകമോ അധ്യായമോ അതിന്റെ നോട്ടോ വേണമെങ്കിൽ കുറെ ഫീഡ് ചെയ്യുവാൻ ആയിട്ടുള്ള കപ്പാസിറ്റി തുടങ്ങിയ ഒരു കമ്പ്യൂട്ടർ ബൈബിൾ ഞാനത് പോയി വാങ്ങിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയൊരു സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ഡിസ്ട്രിക്റ്റാണ് ഇടുക്കി. ഇടുക്കിയിൽ അധികം പേർ അറിയാത്ത സ്ഥലമാണ് കൊച്ചറ. ആ കൊച്ചറയിലെ ഏറ്റവും കൊച്ചു വീടാണ് എന്റേത്. ആ വീട്ടിലെ ഏറ്റവും കൊച്ചു മനുഷ്യനായിരുന്നു ഞാൻ. അവിടെ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ മുൻപിൽ ആ പഴയ മലയാളം ബൈബിൾ വായിച്ചു തുടങ്ങിയ ഗോപാലകൃഷ്ണനായ ഞാൻ ലോകത്തിലെ
ഏറ്റവും വലിയ പട്ടണത്തിലെ, ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയിൽ, ബൈബിളിന്റെ ചരിത്രത്തിലെ ലോകത്തിൽ ഏറ്റവും അതുല്യമായ ഗ്രന്ഥവും കരസ്ഥമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തരികയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. 1974 ഞാൻ എങ്ങനെയാണ് യേശുവിനെ സ്വീകരിച്ചെന്നും പറഞ്ഞില്ലല്ലോ. 1974 ഞങ്ങളുടെ ദേശത്ത് ചൂട് പിടിച്ചൊരു ചർച്ച നടക്കുകയാണ്. ചർച്ച എന്ന് പറയുമ്പോൾ വലിയ പണ്ഡിതന്മാരെല്ലാം വന്നുകൂടി ജഡ്ജസ് ഒക്കെ ഇരുന്ന് നടത്തുന്നതാണെന്ന് ഓർക്കരുത്. ഞങ്ങളെപ്പോലെ കുറെ പന്ന പിള്ളേരെല്ലാം കൂടി നടത്തുന്ന ചർച്ചയാണെന്ന് ഓർത്താൽ മതി. ചർച്ചയുടെ വിഷയം മദ്യപിക്കുന്നത് ശരിയാണോ തെറ്റാണോ. ചർച്ചയുടെ ഒരു ഭാഗം ഒരു കൂട്ടർ ബന്ധുക്കോസുകാരാണ്, ഒരു ഭാഗം ഞങ്ങളാണ്. മദ്യപിക്കുന്നത് ശരിയാണ്. ഞങ്ങളുടെ വാദഗതികൾ വളരെ രസകരമായിരുന്നു. എല്ലാവരും മദ്യപിക്കുന്നുവെന്ന് സമർത്ഥിക്കുകയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. മനുഷ്യൻ കഴിക്കുന്ന മരച്ചീനിയിലും അവന്റെ ശരീരത്തിന്റെ ഗ്രന്ഥികളുടെ ഉത്പാദനങ്ങളിൽ വരുന്ന ആൽക്കഹോളിക് അംശങ്ങളും മനുഷ്യൻ ഉപയോഗിക്കുന്ന മെഡിസിനിൽ ഉള്ള മദ്യത്തിന്റെ അംശവും എന്ന് വേണ്ട, ഇങ്ങനെയുള്ള ചിന്തകളിലേക്കെല്ലാം കടന്നുപോയി എല്ലാ മനുഷ്യരും മദ്യം ഉപയോഗിക്കുന്നു എന്ന് ഞങ്ങൾ ആദ്യം സമർത്ഥിച്ച് ജയിച്ചു. അതിനുശേഷം ബൈബിളിലേക്ക് തിരിഞ്ഞു. യേശുക്രിസ്തുവിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കാമെങ്കിൽ എന്തുകൊണ്ട് മദ്യപിച്ചുകൂടാ എന്നായി. ആ ചോദ്യത്തിന് അവരാരും മറുപടി തന്നില്ല. അവർ പരാജയപ്പെട്ടു. ഞങ്ങളുടെ ടീം ജയിച്ചു. അന്ന് രാത്രിയിലാണ് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ഞാനിത് പറഞ്ഞു വിടുമ്പോൾ സാധാരണ ഒരാൾ ഇത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ മദ്യപിച്ചാൽ എന്താണെന്ന് തോന്നിപ്പോകല്ലോ. അതിന് ഞാൻ തന്നെ ഒരു ചെറിയ മറുപടി പറയട്ടെ. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിൾ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്യപാനം എന്നുപയോഗിക്കുന്നത് ആൽക്കഹോളിക് അംശങ്ങളെ അല്ല. മദ്യപാനം എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന ആ സുബുദ്ധിയെ തിരിച്ചു കളയുന്ന ഏത് പ്രയോഗങ്ങളും മദ്യപാനത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അത് ശിക്ഷാർഹമാണ്. ഉദാഹരണമായിട്ട് പല വസ്തുക്കളുടെയും ഘടകങ്ങൾ വിഷമാകാം, അപ്പോൾ തന്നെ അത് നല്ലതാകാം. നാം ഉപയോഗിക്കുന്ന കറിയുപ്പ് എന്ന് പറയുന്നത് 2 വിഷദ്രാവകങ്ങൾ ചേർന്നതാണ്, സോഡിയം ആൻഡ് ക്ലോറൈഡ്. ഇവ രണ്ടും വിഘടിപ്പിച്ച് കഴിച്ചാൽ മരിച്ചുപോകും. പക്ഷേ അതിനെ യോജിപ്പിച്ചാൽ അത് കറിയുപ്പാണ്. നാം കുടിക്കുന്ന വെള്ളത്തെ വിഘടിപ്പിച്ചാൽ ഓക്സിജനും ഹൈഡ്രജനുമാകും. ഓക്സിജൻ കത്തുവാൻ ഉപയോഗിക്കുന്ന വാതകമാണ്. കത്തുന്നതിനെ അണയ്ക്കുവാൻ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നാൽ സാധിക്കും. അപ്പോൾ ദൈവം സൃഷ്ടിച്ച മനോഹരമായ കാര്യങ്ങൾക്ക് അതിന്റെ തനതായ സംയോജനത്തിന് വ്യത്യസ്തമായി വരുത്തുന്നത് ഒരാളെ ലഹരിയിലേക്ക് നയിച്ചെന്നിരിക്കാം. അത് പാപവും ശിക്ഷാർഹവുമാണ്. മനുഷ്യന്റെ ഉദരത്തിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ ആസിഡ് കഴിച്ചാൽ മരണമുണ്ടാകും. ദൈവം മദ്യം ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പുതിയ നിയമത്തിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന ഭാഗം യഹൂദന്മാരുടെ ഒരു പാനീയമായിരുന്നു. അത് ആ പാനീയം അവർ നാം ചായയും കാപ്പിയും ഉപയോഗിക്കുന്നത് പോലെ അവരുപയോഗിച്ചിരുന്നു. ഇന്ന് സാധാരണ പെപ്സിയും കോളായും 7-Upഉം ഒക്കെ സാധാരണമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് മതി. ഈ അടുത്തിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയുണ്ടായി, തന്റെ വല്യപ്പനെ ഡൽഹിക്കൊന്ന് കൊണ്ടുപോയപ്പോൾ തനിക്കൊരാഗ്രഹം, ഒരു പെപ്സി മേടിച്ചു കൊടുത്താൽ കൊള്ളാമെന്ന്. അപ്പച്ചന് പെപ്സി കൊടുത്തു. ഇതൊക്കെ ഒന്ന് കുലുക്കി എല്ലാം കൊടുത്ത് അപ്പച്ചന്റെ മൂക്കിക്കൂടെ വായിക്കൂടെ ഇതെല്ലാം വന്നപ്പോൾ ഇത് വലിച്ചെറിഞ്ഞിട്ട്, എടാ ഈ കഷായം കുടിപ്പിക്കാനാണോടാ എന്നെ ഇവിടെ കൊണ്ടുവന്നായ അപ്പച്ചൻ. കാരണം അപ്പച്ചന് പെപ്സി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സൈസ് ലഹരി ഉള്ളതും കഷായവുമാണ്. യഹൂദന്മാരുടെ ഒരു പാനീയമായിരുന്നു വീഞ്ഞ്. യേശുക്രിസ്തു ഉണ്ടാക്കിയത് വെറും മുന്തിരിച്ചാറായിരുന്നു. ഇത്രയും നല്ലത് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചതുണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം പൂസാകുന്ന സാധനം കൊടുത്തുവെന്നല്ല.
യഹൂദന്മാർ ആ കാലങ്ങളിൽ പിഴിഞ്ഞെടുക്കുന്ന വീഞ്ഞിന് ആദ്യം പിഴിഞ്ഞെടുക്കുന്ന, ഇന്നത്തെ പോലെ മിക്സിയോ അല്ലെങ്കിൽ മറ്റ് ജ്യൂസ് എടുക്കുന്നതായ മെഷീനുകളോ ഒന്നുമില്ല. അന്നാദ്യം കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതിന് അതിന് ക്വാളിറ്റിയാണ്. അത് സാധാരണ ആദ്യമാണ് കൊടുക്കുന്നത്. ആ അർത്ഥത്തിലാണ് യേശു അവരോട് ചോദിച്ചത്. എന്നാൽ തർജ്ജിമയിൽ, എഴുത്തിൽ ഈ ചിന്തകൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇനി ആരെങ്കിലും യേശു ഉണ്ടാക്കിയതുപോലെ മദ്യം ഉണ്ടാക്കി കുടിച്ചാൽ ഞങ്ങൾക്ക് വിരോധമില്ല. ബ്രാൻഡിയോ വിസ്കിയോ ഒട്ടുപിടിയോ എന്തും അടിച്ചു കുടിച്ചോ, പക്ഷെ വെള്ളത്തിൽ നിന്നായിരിക്കണം കുടിക്കേണ്ടത്. അതിലൊന്നും ചേർക്കാൻ പാടില്ല, വെള്ളം മാത്രമായിരിക്കും. യാതൊരു കൃത്രിമവും ഇല്ലാതെ യേശു വെള്ളം കോരാൻ പറഞ്ഞു, അത് കോരി കൊടുക്കാൻ പറഞ്ഞു. വേറൊന്നും അതിൽ ചെയ്തില്ല. അങ്ങനെ വെള്ളം കോരി നിറച്ചിട്ട് പിന്നെ അത് കുടിക്കുകയാണെങ്കിൽ അതിനെ വിസ്കിയെന്നോ ബ്രാൻഡിയെന്നോ എന്ത് പേരിട്ടാലും നമുക്ക് വിരോധമില്ല, യേശുവിനും അത് വിരോധമില്ല. ശരി, നമ്മുടെ ഭാഗത്തേക്ക് കടന്നു വരാം. എന്റെ ചോദ്യത്തിന് ആ പ്രിയപ്പെട്ടവരാരും മറുപടി പറഞ്ഞില്ലെങ്കിലും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെല്ലാവരും കൂടെ നടത്തുന്ന ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു കൊച്ചറയിൽ. കൊച്ചറയിൽ പുതുശ്ശേരി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ പാസ്റ്റർ ടി.ജി. ഉമ്മച്ചൻ അവர்கள் ക്ലാസ് നടത്തിയ ഒരു കാലം. ആ ഗ്രഹനാഥൻ ഏതാണ്ട് സമർപ്പിക്കുവാൻ സമയമായപ്പോൾ ചില സ്നേഹിതർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പാണ്ടിക്കാട്ടിൽ വെടിക്കു വേണ്ടി കടന്നുപോയി. ചൂട് മന്തിയുടെ രക്തം കുടിച്ചാൽ ആസ്മ കുറയുമെന്ന് ആരോ പറഞ്ഞ് അനുഗ്രഹീതമായ യോഗത്തിന്റെ ഇടയിൽ നിന്നും പാപ്പച്ചൻ എന്ന മനുഷ്യനെ കൊണ്ടുപോയി. ചില നാളുകൾക്ക് ശേഷം ചീഞ്ഞളിഞ്ഞ ഒരു മൃതശരീരത്തിന്റെ ചില ഭാഗങ്ങളാണ് മടങ്ങി വന്നത്. അദ്ദേഹം ആ വനാന്തരത്തിൽ വധിക്കപ്പെട്ടുപോയി. അതേ മുറിയിൽ വീണ്ടും ഒരു ക്ലാസ് നടക്കുകയാണ്. പാസ്റ്റർ ടി.എസ്. ജോർ എന്ന ദൈവദാസൻ ആ ക്ലാസ് നടത്തുന്നു. ഞാൻ ഈ ചർച്ചയെല്ലാം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി അവിടെ ഒരു പെട്രോമാക്സ് കത്തുന്നുണ്ട്. ആ പെട്രോമാക്സിന്റെ കിരണങ്ങൾ ഈ റോഡിലൂടെ ഇങ്ങനെ ഒഴുകുന്നു. അത് ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിലേക്ക് കടന്നു പോകാൻ. ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നെ ആരോ പിടിച്ചു നിർത്തുന്ന പോലെ തോന്നി. എന്റെ ഉള്ളിൽ ഞാൻ അറിയാതൊരാഗ്രഹം അവിടേക്കൊന്ന് പോകണം. പക്ഷെങ്കിൽ 2-3 ചിന്തകൾ എന്നെ പുറകോട്ട് പിടിച്ചു. ഒന്ന്, ഞാനൊരു ഹൈന്ദവൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ. മറ്റൊന്ന്, ഞാൻ എതിർത്തിട്ടുള്ളവരും എന്റെ സ്വന്തം നാട്ടുകാരുമാണ് അവിടെ. അന്ന് രാവിലെയും ഒരു ചർച്ച കഴിഞ്ഞ് ഞങ്ങൾ അവരെ പരിഹസിച്ചതാണ്. അവരുടെ ഇടയിലേക്ക് പോകുക എന്നുള്ള മറ്റൊരു ബുദ്ധിമുട്ട്. ഈ 2 ചിന്തകൾ എന്നെ പിടിച്ചു നിർത്തിയെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവിടേക്ക് പോകുവാനായിട്ടുള്ള വലിയ ദാഹം ഉണ്ടാകുകയാണ്. ചില നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടേക്ക് ചെന്നു. ഇരുമ്പിനെ കാന്തം ആകർഷിക്കുന്നത് പോലെ ആ ഭക്തന്റെ പ്രാർത്ഥനയുടെ മറുപടി, അനേക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടി, എന്നെ ദൈവത്തിന് ഉപയോഗിക്കേണ്ട സമയമായി എന്നുള്ള ആ സന്ദർഭം, ഇവയെല്ലാം എന്നെ അവിടേക്ക് ആകർഷിച്ചു. ആരും എന്നെ കാണരുതെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ ഞാൻ മാത്രമല്ല, ചില ഹൈന്ദവ സഹോദരങ്ങൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു ബെഞ്ചിന്റെ പുറത്തെ സീറ്റിൽ പോയിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ഇരുന്ന മുറിയിലുണ്ടായിരുന്നവരെല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പല ചിന്തകളിലാണ്. ചിലർക്കെല്ലാം ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്നുള്ള ചിന്തയിലാണ്. ചിലരൊക്കെ ഒരുപക്ഷെ ഇവൻ മാനസാന്തരപ്പെടാൻ വന്നതാണ്. ആർക്കും വിവരമൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് എന്നെ എല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ആരും എന്നെ കാണരുതെന്ന് ആഗ്രഹിച്ച് എനിക്ക് എന്റെ പദ്ധതി പൊളിഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഒരു കാര്യം ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. യേശുവിനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിലും പ്രാരംഭകാലങ്ങളിൽ ഈ വിശ്വാസികളും ഉപദേശിമാരും എന്റെ അടുക്കൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം മറ്റുള്ളവർ അറിയാതിരിക്കാൻ. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത ദൈവദാസന്മാർ എന്റെ പുറകെ വരികയും ഞാൻ ഓടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് യേശുവിനോട് സ്നേഹമുണ്ടെങ്കിലും 4 പേർ അറിയരുതെന്ന് ആരംഭകാലത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസികൾ എന്നോട് വന്ന് സംസാരിക്കുക, എന്റെ വീട്ടിൽ വരികയും ഉപദേശിമാർ വരാതിരിക്കാൻ ഞാൻ കഴിയാവുന്നിടത്തോളം പരിശ്രമിച്ചിട്ടും പിന്നെ എന്റെ കൂടെ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവരെ കണ്ണുവെട്ടിച്ച് നടന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഒരാൾ ദൈവഭാഗത്തേക്ക് വരുമ്പോൾ അയാൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത് വരെ ചില ബന്ധങ്ങളും തടസ്സങ്ങളും അയാളുടെ മാനസികമായ ചില നിലവാരങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതെല്ലാം നാം അറിഞ്ഞിടപെടുന്നത് വളരെ നല്ലതായിരിക്കും. എന്നുമാകട്ടെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്റെ ആ നോട്ടമാണ്, ആൾക്കാരുടെ ആ പ്രത്യേക ശ്രദ്ധയാണ് എനിക്ക് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ കഴിയാതിരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലുണ്ടായ
ഒരനുഭവമാണ് എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാനിങ്ങനെ നടന്നു പോകുന്നു, ആരും അവിടെ ഇല്ല. നല്ല ഇരുട്ടുള്ള ഒരു രാത്രി, ലാവളിച്ചമുണ്ടെന്ന് തോന്നുന്നു. ഒരു മഴക്കാലമാണെങ്കിലും മഴയില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഞാൻ എന്റെ ചിന്തയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് ദൈവാത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ഒരു പ്രാഥമിക പഠനമില്ലാത്ത ആളിനും അതിനെ അനുഭവിക്കാൻ കഴിയുമല്ലോ. ഇതുപോലെ ദൈവാത്മാവിനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞില്ലെങ്കിലും ദൈവാത്മാവിനെ ഞാൻ അനുഭവിക്കുകയാണ്. ഞാനൊരു പാപിയാണെന്നുള്ള ബോധം എന്നെ ഭരിക്കാൻ തുടങ്ങി. അതുവരെ ഒരു തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. പ്രത്യേകിച്ച് ആ ടീനേജിലെ താനൊരു ഗ്രോണപ്പായി എന്ന് കാണിക്കാനായിട്ട് യുവാക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉപേദ മനസ്സിൽ പലരും ചെയ്തു പിടിപ്പിക്കുന്ന പരിപാടികളുണ്ട്. അതൊക്കെ വലിയ മിടുക്കായിട്ടാണ് അവർ കാണിക്കാറുള്ളത്. അപ്പോൾ എന്റെ ജീവിതത്തിൽ പലതും വലിയ മിടുക്കായിട്ട് എനിക്ക് തോന്നിയ പലതും തികച്ചും തെറ്റാണെന്നുള്ള വലിയ പശ്ചാത്താപം, വലിയ കുറ്റബോധം എന്നിലുണ്ടായി. ഞാനൊരു ശിശുവിനെ പോലെ കരയാൻ തുടങ്ങി. യേശുവിനെ എനിക്ക് വിശ്വാസമായി. പക്ഷെ അന്ന് എനിക്ക് യേശു ഒരു ദൈവമാണെന്നോ അല്ലെങ്കിൽ യേശു മാത്രം ഒരു രക്ഷകനാണെന്നോ ഉള്ള വിശ്വാസം എനിക്കില്ല. ഹൈന്ദവ അവതാരങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു മാനസിക വികസ്വത എന്നിലുണ്ടായി. എങ്ങനെ യേശുവിനെ സ്വീകരിക്കണം അറിഞ്ഞുകൂടാ. കണ്ണുകൾ അടച്ചാണോ, മുട്ടുകൾ മടക്കിയാണോ, കൈകൾ ഉയർത്തിയാണോ, എവിടെ വെച്ചാണ് യേശുവിനെ സ്വീകരിക്കേണ്ടത് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ കർത്താവേ എന്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നൊക്കെ ആ അടുക്കും ചിട്ടയിലും പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരാളോട് സംസാരിക്കുന്നത് പോലെ യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്റെ പാപം ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിൽ വരണമേ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഒരു സെമി ക്രാക്ക് പോലെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ നടക്കുകയാണ്. പക്ഷെങ്കിൽ ആ വാക്കുകൾ ദൈവം അംഗീകരിച്ചു. ബൈബിൾ പറയുന്നത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഹൃദയ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും തന്റെ വാതിൽ തുറന്നാൽ യേശു അവിടേക്ക് കടന്നു വരും. സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ വാക്യമൊന്നും എനിക്കറിയത്തില്ലെങ്കിലും അന്ന് ഞാൻ എന്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഒരു വലിയ പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് വരുന്നതായിട്ട് ഞാൻ അനുഭവപ്പെട്ടു. ആ പ്രകാശം എന്റെ ഉള്ളിൽ നിറയുന്നതനുസരിച്ച് എന്നിൽ വലിയ മാറ്റമുണ്ടായി. ഹൈന്ദവ മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഹൈന്ദവ മതം ഒരു അന്വേഷണ മതമാണ്. ഹൈന്ദവ മതം വളരെ പാരമ്പര്യമുള്ളതും പ്രാചീനികത്വം അവകാശപ്പെടുന്നതുമായ ഭാരതീയ സംസ്കാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മതമാണ്. ഭാരതീയ മതത്തിന് അടിസ്ഥാനപരമായിട്ട് 4 ഗ്രന്ഥങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയും. ഭാരതവേദങ്ങളെ അഥവാ ഹൈന്ദവ മതത്തിലെ വേദസാഗരങ്ങളെ 2 ഗണത്തിലാണ് അതിലെ തിയോളജിയൻസ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രുതി എന്നും മറ്റൊന്ന് സ്മൃതി എന്നും പറയും. ശ്രുതി എന്ന് പറയുന്നത് ഈശ്വരനിൽ നേരിട്ട് കേട്ടതാണ്. സ്മൃതി എന്ന് പറയുന്നത് ധ്യാനിച്ചെഴുതിയതാണ്. അപ്പോൾ ഈ 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ 4 വേദങ്ങൾ ശ്രുതി എന്ന ഗണത്തിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ്. ഭഗവത്ഗീത, മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ സ്മൃതിയിൽ പെട്ടതാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ ശാന്തമായി പഠിച്ചാൽ മനുഷ്യൻ പാപിയാണെന്നും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള ആഗ്രഹം പ്രകടമാണ്. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ എന്നുള്ള സ്നാനത്തിനു വേണ്ടിയുള്ള ശ്ലോകങ്ങളുണ്ട്. ഉദയസൂര്യന്റെ കിരണങ്ങളിലേക്ക് വെള്ളം വലിച്ചെറിഞ്ഞുകൊണ്ട് ആ കിരണങ്ങൾ താഴെ വീഴുന്നതിന് മുൻപേ ദൈവമുഖത്തിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണൻ പോലും പറയുകയാണ്, ഞാൻ പാപിയാണ്, പാപോഹം, എന്റെ കർമ്മം പാപത്തോടു കൂടിയതാണ്, പാപകർമ്മോഹം, ഞാൻ പാപാത്മാവോട് കൂടിയവനാണ്, ഞാൻ ജന്മനാ പാപിയാണ്. അങ്ങനെയുള്ള ആ പാപിയായ മനുഷ്യന്റെ പാപമോചനത്തിന്റെ വഴികളും ഹൈന്ദവ മതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു അന്വേഷണ മതമാണ്. ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം മോക്ഷത്തിന് ജിയോഗ്രഫിക്കലായിട്ടും വ്യക്തിപരമായിട്ടും ചില ക്ലാസിക്കലായ ചിന്തകളുണ്ട്. അത് പ്രാദേശിക ചിന്തകളെക്കാൾ വളരെ വിഭിന്നമായ ഒരു ചിന്തയാണ്. ഒരാളുടെ ഗുരുകുല പഠനം അഥവാ ഗുരുശിഷ്യ ബന്ധം
അത് കഴിഞ്ഞ് ദാമ്പത്തിക ബന്ധത്തിലേക്കോ, ദാമ്പത്തിക ബന്ധം കഴിഞ്ഞ് സന്യാസത്തിലേക്കോ, സന്യാസം കഴിഞ്ഞ് വാനപ്രസ്ഥം, വനത്തിലേക്ക്, എല്ലാം വെടിഞ്ഞ് ലോകത്തെ മുഴുവൻ വെടിഞ്ഞു പോകുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മോക്ഷത്തിന്റെ അവസാന ഘടകമാണ്. എങ്കിലും തന്റെ ജീവിതത്തിൽ ശരിയല്ലെങ്കിൽ വീണ്ടും താൻ ജനിക്കുമെന്നാണ്. ഇനി അതിന്റെ ജിയോഗ്രഫിക്കലായിട്ട് പറഞ്ഞാൽ കാശി, രാമേശ്വരം എല്ലാം യാത്ര ചെയ്ത് ഹിമാലയ ശൃംഗങ്ങളിൽ എത്തിയാൽ അവൻ മോക്ഷത്തിന്റെ അടുത്ത സ്ഥലത്തേക്ക് എത്തുകയാണ്. അർദ്ധനഗ്നരായി കാലിൽ ചെരുപ്പിടാതെ മഞ്ഞുമലകളിലൂടെ നടക്കുന്ന സന്യാസിമാരെ ഞാൻ ഹിമാലയത്തിൽ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, അതിന് ബൃഹദ്രാണിക ഉപനിഷത്ത് എന്ന് പറയും. ആ ഉപനിഷത്തിൽ ഇപ്രകാരം ഒരു ശ്ലോകമുണ്ട്: അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യു മാമൃതം ഗമയ. ആ ശ്ലോകത്തിന്റെ അർത്ഥം ദൈവമേ എന്നെ വെളിച്ചത്തിലേക്ക്, സത്യത്തിലേക്ക്, ജീവനിലേക്ക് നയിക്കണമേ എന്നാണ്. തമസോമ ജ്യോതിർഗമയ, ഇരുളിൽ നിന്നും എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ. മൃത്യുമ അമൃതം ഗമയ, എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹൈന്ദവ മതം ഒരു അന്വേഷണ മതമാണ്. വെളിച്ചം എവിടെ, സത്യം എവിടെ, ജീവൻ എവിടെ? എന്നാൽ 1974 ജൂലൈ മാസം 20-ാം തീയതി ആ രാത്രിയിൽ എന്റെ അന്വേഷണത്തിന്റെ അന്ത്യം കുറിക്കുകയായിരുന്നു. ആ സത്യം, ആ ജീവൻ, ആ വെളിച്ചം എന്റെ ഹൃദയത്തിലേക്ക് വരികയായിരുന്നു. സകലരെയും പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു എന്റെ ഹൃദയത്തിലേക്ക് വരികയായിരുന്നു. ആ വെളിച്ചം എന്നിൽ ഉദിക്കും തോറും എന്നിലെ ഇരുളുകൾ മാറി, എന്നിലുള്ള ഭാരങ്ങൾ മാറി, എന്റെ ആ ടെൻഷനുകൾ അഴിഞ്ഞു. ഞാനൊരു പുതിയ മനുഷ്യനാകുന്ന പോലെ എന്റെ സെല്ലുകളിൽ പോലും ക്രിയാത്മകമായി വിപ്ലവം നടക്കുന്നു. ഞാനൊരു പുത്തൻ മനുഷ്യനായി തീരുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ പറയുന്നത് മാത്രമല്ല, എന്റെ സ്വജീവിതത്തിൽ അത് വ്യക്തമായി അനുഭവിക്കുവാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമായിരുന്നു അന്നൊരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. യേശു ഇന്നും ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് എന്റെ വീട്ടിൽ ഞാൻ തുള്ളിയും ചാടിയും സന്തോഷിച്ചും സ്വർഗീയ സമാധാനം അനുഭവിച്ചും കടന്നുപോയി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അന്നും യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ പഠനമോ ആഴമേറിയ സമർപ്പണമോ എന്നില്ലെങ്കിലും യേശുവിനെ എന്റെ ഒരു രക്ഷകനായി, എന്റെ ഒരു നാഥനായി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. യേശുവിനോട് എനിക്ക് സ്നേഹം വർദ്ധിച്ചു, യേശുവിനോടുള്ള എന്റെ ബഹുമാനം വർദ്ധിച്ചു. പക്ഷെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള എന്റെ തീരുമാനത്തെ ഞാൻ കുറെ കൂടി ചിന്തിക്കണമായിരുന്നു. ഒരെടുത്തുചാട്ടത്തേക്കാൾ അധികം ശാന്തമായ ഒരു പഠനത്തിന് ശേഷമുള്ള പോക്കാണ് നിലനിൽപ്പ്. ഒരു ഉപരി വിപ്ലവ ചിന്തകളെക്കാൾ ആഴമേറിയ ഒരറിവാണ് നിലനിൽക്കുന്നത്. 100 മൈൽ സ്പീഡിൽ ഓടുന്നതിനേക്കാൾ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് നടന്ന് ചെറിയ സ്പീഡിൽ ഓടി സ്പീഡ് കൂട്ടുന്നതാണ് ഓട്ടക്കളത്തിൽ ജയിക്കുവാനുള്ള തത്വങ്ങളിലൊന്ന്. അതുകൊണ്ട് ഒരു എടുത്തു ചാടുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല, ഒരു രഹസ്യ ക്രിസ്ത്യാനിയാകുവാൻ ഞാൻ ആഗ്രഹിച്ചു. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയായിരുന്നു അത്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടില്ല. എന്തുകൊണ്ട് ഞാനൊരു രഹസ്യ ക്രിസ്ത്യാനി ആകണം എന്നുള്ള ചോദ്യം എന്നിൽ അങ്കുരിച്ചു. ആ ചോദ്യത്തെ ഞാൻ വിശകലനം ചെയ്തപ്പോൾ അത് സ്വാർത്ഥതയും ഭീരുത്വവും കൊണ്ടാണ് എന്നെനിക്ക് ബോധ്യമായി. ഒരു സ്വാർത്ഥനാകുന്നതിനേക്കാൾ, ഒരു ഭീരുവാകുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഞാൻ അന്ന് ഒരു തീരുമാനമെടുത്തു. ആ എടുത്ത വാക്കുകളുടെ ഭാഷാശൈലി ഇങ്ങനെ അല്ലെങ്കിലും അതിന്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു. എന്റെ വീട്ടുകാരെന്നെ ഇറക്കി വിട്ടാലും നാട്ടുകാരെന്നെ കല്ലെറിഞ്ഞു കൊന്നാലും ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ലെന്ന് വന്നാലും ഈ യേശുവിന് വേണ്ടി ജീവിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തരികയുണ്ടായി 16 വർഷങ്ങൾക്കുണ്ട്. പക്ഷേ ഞാനെടുത്തിയ തീരുമാനത്തിന് പല വേളകളിലും വില കെട്ടിവെക്കേണ്ടി വന്നിട്ടുണ്ട്. 16 വർഷത്തെ എന്റെ ക്രിസ്ത്യ ജീവിതത്തെ ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് ഒന്ന് ക്രോഡീകരിച്ചാൽ, സുഖദുഃഖങ്ങൾ സമ്മിശ്രമായ ഒരു ആധ്യാത്മിക ജീവിതമായിരുന്നു എനിക്ക് കെട്ടിപ്പടുക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ സാധിച്ചത്.
അതെന്റെ ജീവിതത്തിന്റെ തുലനാവസ്ഥയ്ക്ക്, എന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു എന്ന് എനിക്കിപ്പോൾ ബോധ്യമാകും. ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഞാൻ തളർന്നു പോകാതിരിപ്പാൻ എന്നെ ആശ്ലേഷിച്ചവർ, എന്നെ എൻകറേജ് ചെയ്തവർ ധാരാളമാണ്. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എന്നാൽ അതിൽ ഞാൻ അഹങ്കരിച്ചു പോകാതിരിപ്പാൻ, നിഗളിച്ചു പോകാതിരിപ്പാൻ, ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ എന്നെ അടിച്ചവരും എന്റെ മുഖത്ത് നോക്കി നിരാശപ്പെടുത്തിയതുകൊണ്ട്, ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് യേശുവിന്റെ ഭാഗത്ത് യേശുവിനെ ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ കഴുതയ്ക്ക് ലഭിച്ചതുപോലുള്ള വലിയ വരവേൽപ്പുകൾ, ചെറിയ കുടിൽ മുതൽ വലിയ കൊട്ടാര സമമായ ഭവനങ്ങളിൽ വരെ എന്നെ ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു ദൈവദാസനെ പോലെ മാന്യമായി സ്വീകരിച്ച സന്ദർഭങ്ങൾ ഉണ്ട്. ദൈവം വരെ അനുഗ്രഹിക്കട്ടെ. അത് ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ, അന്തിയുറങ്ങുവാൻ സ്ഥലമില്ലാതെ കടത്തിണ്ണകളിൽ, ഈർപ്പമണിഞ്ഞ സിമന്റ് തറകളിൽ കിടന്നുറങ്ങിയ, പത്രം വിരിച്ച് കിടന്നുറങ്ങിയ ദിനരാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുവിനോടുള്ള സ്നേഹം നിമിത്തം എന്നെ ഭക്ഷണത്തിനു വേണ്ടി വിളിച്ചവർ പലരും, ചെറിയ റെസ്റ്റോറന്റുകളിൽ, വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ, ചെറിയ വീടുകളിൽ, വലിയ മാളികകളിൽ എനിക്കെന്തെല്ലാം കഴിക്കാമോ, ലോകത്തിലെ ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ തരുവാൻ ഒരുങ്ങി നിന്ന അനേകരെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടി. എന്നാൽ അതിൽ ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചവെള്ളവും കുടിച്ച് നടന്ന സന്ദർഭം ഞാൻ ഓർക്കുന്നു. അതിലൊരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരിക്കൽ തിരുവല്ലായിൽ ഞാൻ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ആരംഭകാലങ്ങളിൽ എന്നെ ആദ്യം ആരും പ്രസംഗിക്കാൻ വിളിക്കുകയില്ലായിരുന്നു. ആരും പ്രസംഗിക്കാൻ വിളിക്കണം എന്നെനിക്ക് ആഗ്രഹവുമില്ലായിരുന്നു. പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, യേശുവിനെ കുറിച്ച്. അങ്ങനെ ഞാനിങ്ങനെ കവലകളിൽ കടന്നുപോകും. കവലകളിൽ കടന്നുപോയി 10 പേരുള്ള സ്ഥലത്ത് ഒരു പാട്ട് പാടും. പാട്ട് പാടുമ്പോൾ ആൾക്കാർക്ക് തോന്നും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, ഇപ്പോഴാശുപത്രി കൊണ്ടുപോയാൽ തുടങ്ങിയതേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഈ ചിന്തയിലായിരിക്കും ആൾക്കാർ എന്നെ കാണുന്നത്. എങ്കിലും പിന്നെ ഞാൻ എന്റെ സാക്ഷിയൊക്കെ പറയും. അങ്ങനെ കുമ്പനാടൊക്കെ കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് വിശപ്പ് സഹിക്കാൻ നല്ലതായി. പുല്ലാട് വരെ ചെന്നപ്പോൾ ഞാൻ ആകെപ്പാടെ തളർന്നു. അന്നും ഇന്നുമുള്ള എന്റെ 1-2 സ്വഭാവങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. കയ്യിൽ പണമില്ലാതിരിക്കുമ്പോൾ ആർക്കും കത്തെഴുതാറില്ല, ഒരിടത്ത് പോകാറില്ല. വിശപ്പ്, ഭക്ഷണമില്ലെങ്കിൽ ഒരു വീട്ടിൽ പോകാറില്ല. ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ സാധാരണ പോകാറുള്ളൂ. എന്റെ ആവശ്യങ്ങൾ മനുഷ്യരോട് പറയാറില്ല, ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. ദൈവം കൃപ തന്നാൽ നാളെ പറയുകയുമില്ല. പുല്ലാട് വരെ വന്നപ്പോൾ ഞാൻ തളർന്നു. അവിടെയും ഒരു പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ കുറവും കുഴിക്കാരനായ ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഉപദേശം എങ്ങോട്ടാന്ന് ചോദിച്ചു. എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ പോവുകയല്ലേ, ഇവിടെ വല്ല പ്രത്യേക സ്ഥലം വല്ലതും? ഞാൻ പറഞ്ഞു ഇങ്ങനെ പോവുക. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഒന്ന് വന്ന് പ്രസംഗിക്കാവും. നമ്മളിങ്ങനെ ആരെങ്കിലും വിളിക്കാൻ നോക്കിയിരിക്കാം. ഞാൻ വരാമല്ലോ. എന്നെ വിളിച്ചോണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു ചെറിയ വീടാണ്. അദ്ദേഹം അന്നത്തെ, ഇന്ന് ആ ഫുഡൊക്കെ VIP ഫുഡാണ് കേട്ടോ ഇന്ന്, പക്ഷെ അന്ന് പാവപ്പെട്ടവരുടെ ഫുഡാണ്. കപ്പയും ചേമ്പും കാന്താരി മുളകും കറി കൂടെ എനിക്ക് തന്നു. ആ ടേസ്റ്റ് ഞാൻ അനേക രാജ്യങ്ങളുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്ന ടേസ്റ്റ് ആ പാവപ്പെട്ടവന്റെ കപ്പയും കാന്താരി മുളകുമാണ്. എന്റെ ജീവിതത്തിന്റെ ആത്മീകത്തിന്റെ ഒരു തുലനാവസ്ഥ ഉണ്ടാകുവാൻ ദൈവം നടത്തിയ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് ഈ കൊച്ചി കരങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഒരു ബ്ലേഡ് മേടിച്ചൊന്ന് ഷേവ് ചെയ്യാൻ പൈസ ഇല്ലാതെ, എണ്ണ മേടിച്ച് തലയിൽ വെച്ച് ഒന്ന് കുളിക്കാനില്ലാതെ നടന്ന സമയങ്ങൾ എനിക്കുണ്ടായിരുന്നു. യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് ധാരാളം വസ്ത്രങ്ങൾ, ലോകത്തിലെ വലിയ വലിയ കടകളിൽ എന്നെ ആൾക്കാർ കൊണ്ടുപോയി. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നൊരു സഹോദരനല്ലേ എന്നുള്ള ആ സ്നേഹം.
എന്നെ അതൊന്നും ആകർഷിച്ചിട്ടില്ല. എന്നാൽ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഒരു ജോഡി ഉണ്ടായിരുന്നത് നനച്ച് അത് ഉണങ്ങുന്നതിന് മുൻപേ അടുത്ത സ്ഥലത്ത് ഞാൻ യോഗത്തിന് പോയിട്ടുണ്ട്. ഇങ്ങനെ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായ ഒരു ആത്മീയ ജീവിതമായിരുന്നു എൻ്റെ 71 അനുഭവങ്ങൾ അടങ്ങിയ പുസ്തകമാണ് കൃഷ്ണൻ കണ്ടെത്തിയ ക്രിസ്തു. അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കത് കോപ്പി എടുത്ത് വിതരണം ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിന്റെ ഭാഗങ്ങൾ ഈ യോഗങ്ങളിൽ തുടർച്ചയായിട്ട് പറയുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായ എൻ്റെ ആത്മീക ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചത് അബദ്ധമായി പോയെന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല. എന്റെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും യഥാവാനം. എന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മയുടെയും ഉയർച്ചയുടെയും ഈ ഖത്തറിൽ നിങ്ങളോടൊന്നിച്ച് ഇവിടെ ആയിരിക്കുന്നതിന്റെയും അടിസ്ഥാന കാരണം എന്റെ യേശുവാണ്. നമ്മുടെ കർത്താവിന് സകല മാനവും മഹത്വവും നമുക്ക് കൊടുക്കാം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ എന്റെ സാക്ഷ്യത്തിന്റെ അടുത്ത ഭാഗം നാളെ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഈ ഒരാഴ്ച ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ വരവും അതിന്റെ അനന്തര സംഭവങ്ങളുമാണ്. ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. കുവൈറ്റ് ഇൻവേഷനും യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഒക്കെ ആയിരം വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ വ്യക്തമായി എഴുതിയ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിന്റെ ചുരുളുകൾ നിവർത്തുവാൻ പരിശുദ്ധാത്മാവിൽ നാം എല്ലാവരും ശരണപ്പെടുകയാണ്. ഇതൊരു പഠന രീതിയിലായതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ നോട്ട് എഴുതുന്നതും നല്ലതാണ്. ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ഈ കാസറ്റുകൾ നിങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ ഈ യോഗത്തിൽ വരാത്തവർക്കും ഈ രക്ഷയിലേക്ക് വരാത്ത പ്രിയപ്പെട്ടവർക്കും എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു പരിശ്രമവും കൂടെ നിങ്ങളിലുണ്ടെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മെ വിളിച്ചത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതിയാണ്. അപ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ പരമമായ ഉദ്ദേശം കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതാണ്. ജോലിയുടെ തിരക്കിൽ നിങ്ങൾക്കത് സാധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള കാസറ്റുകൾ നിങ്ങൾ കൊടുക്കുവാൻ കഴിയും. നിങ്ങളുടെ ടെലഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വ്യക്തിയോട് സുവിശേഷം പറയുവാൻ കഴിയും. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേലകൾ വിശ്വസ്തമായി ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പറയുന്ന വായിക്കുന്ന വാക്യങ്ങൾ എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നാം വായിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ഒരാൾക്ക് വായിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാനൊരു ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ അടുത്ത ഒരാഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചിന്തകളുടെ ആധാരമായ ഈ വാക്യത്തെ ദൈവം റീമയാക്കി തീർക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനമാകുന്ന ലോഗോസ് പരിശുദ്ധാത്മാവിനാൽ റീമയാകുമ്പോഴാണ് അത് ഇരുവായുത്തിലുള്ള വാളായി മാറുന്നത്, ജീവനും ചൈതന്യമുള്ളതായി മാറുന്നത്. സന്ധിമഞ്ചകളെ വേറിടിക്കുവാൻ വരെ തുളച്ചു ചെല്ലുന്നത് അപ്പോഴാണ്. വെറും ലോഗോസായി മാത്രം കേട്ടാൽ ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. അത് ജീവന്റെ തുടിപ്പുള്ളതായി തീരുവാൻ നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ദൈവം നമ്മുടെ മധ്യത്തിൽ അയക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടുത്ത ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷനിൽ അവിടുത്തെ വരവിനെ കുറിച്ചും അനന്തര സംഭവങ്ങളെ കുറിച്ചും പഠിക്കുവാനാ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വന്നിരിക്കുമ്പോൾ
ഞങ്ങളെല്ലാവരും അവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമാണെന്നുള്ള സത്യം ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, നല്ല ഗുരുവായ ഞങ്ങളുടെ യേശുവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഈ ലോഗോസിനെ റീമയാക്കി ഞങ്ങളുടെ ജീവിതത്തെ ചൈതന്യമുള്ളതാക്കി തീർക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. തന്റെ ശിഷ്യന്മാർ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകാവുന്ന മാനസികമാകുന്ന വ്യഥയെ വളരെ ദൂരെ കണ്ടുകൊണ്ട് യേശു പറയുന്ന ഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. ഗലീലക്കടലിലെ തീരങ്ങളിലെ കൊച്ചു കൊച്ചു കുടിലുകളിൽ നിന്നും തന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി വിളിക്കപ്പെട്ട ശിഷ്യന്മാർ, പടകും വലയുമെല്ലാം യേശുവിന് വേണ്ടി ഉപേക്ഷിച്ചവർ, കുറെ കഴിയുമ്പോൾ അവരുടെ അരുമനാഥൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന രംഗം അവർ കാണുവാൻ പോകുകയാണ്. റോമൻ പടയാളികൾ അട്ടഹസിക്കുന്ന രംഗം അവർ കാണുവാൻ പോകുകയാണ്. സാത്താൻ അവരുടെ ഉള്ളിൽ ഇനി നിങ്ങൾക്ക് ആരുമില്ലെന്നും നിങ്ങൾ ജോലി വിട്ടത് വ്യർത്ഥമായി പോയെന്നും പറയുവാൻ പോകുകയാണ്. അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ അവരുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിപ്പാൻ ക്രിസ്തു നേരത്തെ അവരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. ഹൃദയത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ധാരാളം വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ കാർഡിയോളജിക്കൽ ലൈനിലുണ്ട്. ഹൃദയം എന്ന് മാറ്റിവെക്കുന്നു. ഗയനയുടെ ഘോരമായ വനാന്തരങ്ങളിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സുകളെ കൊണ്ടുവന്ന് കുട്ടികളെ ജനിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തി വളർത്തി അവരെ കൊന്ന് അവരുടെ ഹൃദയമെടുത്ത് വിൽക്കുന്ന അധോലോകങ്ങൾ, അത് സമ്പന്നർക്ക് വേണ്ടി വെച്ചുപിടിപ്പിക്കുന്ന ഡോക്ടർമാർ ഇന്നുണ്ട്. ഹൃദയത്തിന്റെ തകരാറുകളെ മാറ്റുന്നവർ, പ്ലാസ്റ്റിക് ഹൃദയം വെക്കുന്നവർ, അതിന്റെ ധമനികൾ, അതിലെ കൊളസ്ട്രോൾ, അതിന്റെ വാൽവിന്റെ കഴിവുകൾ, അതിന്റെ ഇടിപ്പുകളെല്ലാം വളരെ വിദഗ്ധമായി നോക്കി പറയുവാൻ കഴിവുള്ള ഡോക്ടർമാർ. ഒരു പരിശോധനയും കൂടാതെ ആളിനെ ഒന്ന് കണ്ടാൽ തന്നെ ഇന്ന ഡിഫക്റ്റ് ഹൃദയത്തിനുണ്ട് എന്ന് പറയുവാൻ കഴിവുള്ള ഡോക്ടർമാർ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. എന്നാൽ ഹൃദയത്തിന്റെ മുറിവുകളെയും വേദനകളെയും കെട്ടുവാൻ ആർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തിരുവല്ലായിൽ ഒരു ഡോക്ടർ, തിരക്കുള്ള ഒരു ഡോക്ടർ, എപ്പോഴും അവരുടെ മുറിയിൽ പേഷ്യന്റാ. ഇതൊന്ന് ഒതുങ്ങിയിട്ട് സീലിംഗ് ഫാനിൽ കെട്ടിനാലുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു സ്നേഹിതൻ ആന്റണി ഈ രോഗികളുടെ ക്യൂ നിൽക്കുന്ന രോഗികളുടെ ഇടയിൽ ഒരു പുസ്തകം കൊണ്ടുകൊടുത്തു. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇനിയും ആത്മഹത്യയോ. അവരന്ന് ജാകാനിരുന്നതാണ്. ആ ടൈറ്റിൽ അവരെ ആകർഷിച്ചു. അവർ കർത്താവിനെ രക്ഷിതാവാശി. ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ തന്നെ, മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ ഡിഫക്റ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ നീറുന്ന ഹൃദയവുമായി കഴിയുന്ന എത്രയെത്ര ഡോക്ടർമാർ മെഡിക്കൽ ലൈനിൽ ജോലി ചെയ്യുന്നു. ഹൃദയത്തിന്റെ വേദനകളെ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഇന്ത്യയുടെ പ്രസിഡന്റും ലോക ഫിലോസഫേഴ്സിൽ ഒരാളുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, ലോകത്തിലെ എല്ലാ ഗോളങ്ങളെയും മനുഷ്യ ഹൃദയത്തിൽ നിറച്ചാലും വീണ്ടും ശൂന്യത കിടക്കുന്ന ഭാഗമുണ്ടായിരിക്കും. അത് ഈശ്വര സാക്ഷാത്കാരത്തിൽ മാത്രമേ സാധിക്കൂ. ദൈവവുമായിട്ട് മനുഷ്യൻ ബന്ധപ്പെടാതെ, അവന്റെ സൃഷ്ടിതാവിന് ഹൃദയ കവാടം തുറന്നു കൊടുക്കാതെ അവന്റെ ഉള്ളിലെ മുറിവുകൾ ഒരിക്കലും മാറുകയില്ല. മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ നിന്നോട് ചേരുവാൻ എന്റെ ഉള്ളം കാംക്ഷിക്കുന്നുവെന്ന് കോരകപുത്രന്മാരുടെ ഗാനങ്ങൾ എത്ര അർത്ഥവത്താണ്. യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ. ഇന്ന് രാത്രിയിൽ ഇവിടെ വേദനയോട് ദുഃഖത്തോട് ആരോടും പറയുവാൻ കഴിയാതെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ വേദനകളും ദുഃഖങ്ങളുമായി ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? മാനുഷിക വാക്കുകൾക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ എല്ലാറ്റിന്റെയും എല്ലാമായ കർത്താവ് പറയുകയാണ്, എല്ലാറ്റിന്റെയും എല്ലാമായ കർത്താവ്. അവൻ സാധുവിന് അപ്പമാണ്, അവൻ വിധവയ്ക്ക് കാന്തനാണ്, കരയുന്ന കാക്കയ്ക്കും അവൻ ആഹാരം കൊടുക്കേണ്ടവനാണ്.
എല്ലാറ്റിന്റെയും എല്ലാമായ കർത്താവിന് പറയുവാൻ കഴിയും, നിങ്ങളുടെ ഹൃദയം കലങ്ങുക. എന്റെ ദൈവം സ്വർഗത്തിലെ സിംഹാസനത്തിൽ വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഭാരമില്ല എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. കരയുന്ന കാക്കയ്ക്കും ഭക്ഷണം കൊടുക്കുന്ന ദൈവം നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും മതിയായവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെങ്കിൽ